രാവിലെ രുദ്രൻ ഓഫീസിലേക്ക് തിരക്കിട്ട് ഇറങ്ങുകയായിരുന്നു. ജാനകിയമ്മയുടെ കാലിലെ മുട്ടുതേയ്മാനം ഇന്ന് വല്ലാതെ അലട്ടി. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. അടുക്കളയിൽ ശാന്തേച്ചി രുദ്രന് പ്രിയപ്പെട്ട പനീർ മസാല റോൾ തയ്യാറാക്കുന്ന തിരക്കിലുമാണ്. ആ സുഗന്ധം വീടാകെ പടർന്നു നിൽക്കുന്നു. മീര മുകളിൽ നിന്ന് പടവുകൾ ഇറങ്ങി വരുമ്പോഴാണ് ഇടനായിൽ വെച്ച് പ്രഭ അവളെ തടഞ്ഞു നിർത്തി. ആ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്താ മീര? ഓ, വലിയ തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. ഒന്നും അറിയാത്ത പാവമാണെന്ന് കരുതിയോ നീ? നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന് വന്നടേ? പ്രഭയുടെ ശബ്ദത്തിൽ പരിഹാസം നനഞ്ഞു. അവർ മീരയുടെ അരികിലേക്ക് നീങ്ങി നിന്ന് അവളുടെ മനസ്സ് കീറി മുറിക്കുന്ന വാക്കുകൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വീടിൻ്റെ പടി കയറി വരാൻ പോലുമുള്ള യോഗ്യതയുണ്ടടി നിനക്ക് മീരെ? എവിടെ നിന്നോ തെണ്ടി തടഞ്ഞു വന്ന് നിനക്കൊക്കെ ഈ തറവാടിൻ്റെ ഉമ്മറത്ത് നിൽക്കാൻ അനുവാദം തന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. എൻ്റെ രുദ്രൻ്റെ വെറുമൊരു സഹതാപം. വയൽ കാണുന്ന ഒരു പിച്ചക്കാരിയെ പോലും അവൻ ഇത് കൊടുക്കും. അതിൽ കൂടുതലൊന്നും നീ പ്രതീക്ഷിക്കണ്ട അവൻ്റെ അടുത്ത് നിന്ന്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ചെറിയമ്മേ, ഞാൻ... അവളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രഭ തുടർന്നു. മിണ്ടരുത്. നിന്റെ ചേച്ചിയെ ഞാൻ ഇവിടെ നിന്ന് ഓടിച്ചത് വലിയ തെറ്റായിപ്പോയി. പകരം അവളെ എൻ്റെ കൈകൊണ്ട് തന്നെ തീർക്കണമായിരുന്നു. അവളെ അയച്ച് അതേ ഇടത്തേക്ക് തന്നെ നിന്നെയും ഉടനെ ഞാൻ അയക്കും. അധികം സന്തോഷിക്കേണ്ട നീ. ഈ ആഭരണങ്ങളും പൊട്ടെടുപ്പും ഒന്നും നിനക്ക് ചേരില്ല. നീ ജനിച്ച ദാരിദ്ര്യത്തിലേക്ക് തന്നെ നിന്നെ ഞാൻ കെട്ടിക്കും. സങ്കടവും ദേഷ്യവും കൊണ്ട് മീര വിറച്ചു. നിങ്ങൾ ചെയ്തത് ക്രൂരത. ദൈവം ശിക്ഷ തരും. നിങ്ങളെ ഞാൻ പോലീസിലേക്ക് പിടിപ്പിക്കും. പ്രഭ അത് കേട്ട് അട്ടഹസിച്ച് ചിരിച്ചു. നീയാണോ എന്നെ പീഡിപ്പിക്കുന്നത്? നിന്റെ ചേച്ചിയെ കണ്ടവൻ്റെ കൂടെ പറഞ്ഞയച്ചത് ഞാനാണെന്ന് എൻ്റെ മകന് പോലും അറിയാം. എന്നിട്ടവൻ എന്നെ പോലീസുകാരിൽ ഏൽപ്പിച്ചോ? ഇല്ലല്ലോ. വെറുതെ സ്വപ്നം കാണാതെ പോടി അവിടുന്ന്. പ്രഭ നടന്നു നീങ്ങാൻ ശ്രമിച്ചപ്പോൾ മീര അവരെ തടയാൻ ശ്രമിച്ചു. ആ നിമിഷം പ്രഭ തിരിഞ്ഞു നിന്ന് മീരയെ പടവുകളിലേക്ക് ആഞ്ഞു തള്ളി. അമ്മേ എന്ന നിലവിളിയോടെ മീര താഴേക്ക് ഉരുണ്ടു വീണു. നേരത്തെ പരിക്കേറ്റിയ കൈയിൻ്റെ വേദനയോടൊപ്പം കൈയിന് സാരമായ പരിക്കേറ്റ മീര തറയിൽ കിടന്ന് പിടഞ്ഞു. മുകളിൽ നിന്ന് പ്രഭ അവളെ നോക്കി പല്ല് ഞെരിച്ചു. എനിക്കെതിരെ ശബ്ദിക്കാൻ വളർന്നോ നീ? നീയല്ലേടി രുദ്രനോടെല്ലാം പറഞ്ഞു കൊടുത്തത്? അതിന് നീ ആയിട്ടില്ലടി അസത്തെ. ആ സമയത്താണ് രുദ്രൻ തിരികെ വന്നത്. വീണു കിടക്കുന്ന മീരയെ കണ്ടതും അവൻ്റെ ഉള്ളെന്നും പിടഞ്ഞുപോയി. അവൻ ഓടി വന്ന് അവളെ നെഞ്ചോട് ചേർത്തു. പ്രഭയുടെ മുഖത്തെ ഭാവം മാറിയെങ്കിലും രുദ്രനൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവൻ വേഗത്തിൽ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ വെച്ച് മീര കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഉത്കണ്ഠയോടെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയാണ്. മീര, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ അവളുടെ വിരലുകൾ തലോടി. കൈ കെട്ടിയിട്ട വേദനകൾ മീരയെ തളർത്തിയത് പ്രഭയുടെ വാക്കുകളായിരുന്നു. ആശുപത്രിയിൽ നിന്ന് മടങ്ങാൻ നേരം അവൾ രുദ്രൻ്റെ കൈകളിലേക്ക് മുറുക്കി പിടിച്ചു. എനിക്ക് ആ വീട്ടിലേക്ക് വരാൻ പേടിയാകുന്നുണ്ട് രുദ്ര. അവിടെ എന്നെ കാത്തിരിക്കുന്നത് മരണമാണോ അതോ അനാഥത്വമാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. രുദ്രൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മീരയുടെ ഉള്ളിൽ പ്രഭയുടെ ആ കുത്തുവാക്കുകൾ ഒരു കനലായി എരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാൻ നിന്നെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചത്. പക്ഷേ നിന്റെ ചെറിയമ്മ ഇത് നിർത്തുന്ന ലക്ഷണമില്ല രുദ്രേട്ട. എനിക്ക് എൻ്റെ ജീവൻ പോകുന്നതിലല്ല സങ്കടം. പക്ഷെ ഞാനില്ലാതായാൽ എൻ്റെ അമ്മ ഒറ്റക്കായി പോവില്ലേ എന്നോർക്കുമ്പോഴാണ് എനിക്ക് പേടി. എൻ്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെ എനിക്ക് തോന്നുക. മീര വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് രുദ്രൻ അറിയില്ല. ഒരു നിമിഷം അവൻ തകർന്നുപോയി. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച സ്വരത്തിൽ അവൻ പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കണം മീര. എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. അവൾ പതുക്കെ തലയുയർത്തി അവനെ നോക്കി. ഇത്രയും കാലം ഞാൻ നിങ്ങളെ മാത്രമാണ് വിശ്വസിച്ചത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അവർ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ അവരെ ഒന്ന് വിചിത്രമായി നോക്കി കടന്നുപോയി. രുദ്രൻ തൻ്റെ നെറ്റി തടവി പതിയെ അവളുടെ ഇടതു കൈയിൽ പിടിച്ചു. അവൻ അവളെ തൻ്റെ കാറിനടുത്തേക്ക് പതിയെ കൊണ്ടുപോയി. നീ വണ്ടിയിൽ കയറിയിരിക്ക്, അവൻ പറഞ്ഞു. മീര മടിയോടെ വണ്ടിയിലിരുന്നു. രുദ്രൻ വണ്ടി ഓടിച്ച് നേരെ ചെന്ന് നിർത്തിയത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലായിരുന്നു. മീര അത് കണ്ട് ആകെ പരിഭ്രമിച്ചു പോയി. ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടവൻ അവൾക്കായി വാതിൽ തുറന്നു കൊടുത്തു. അവളെ കൈ പിടിച്ചവൻ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന
എസ് എ ശങ്കർ അവരെ രണ്ടുപേരെയും കൗതുകത്തോടെ നോക്കി. മീരയുടെ കയ്യിലെ കെട്ടും അവളുടെ തളർച്ചയും കണ്ടപ്പോൾ ശങ്കർ എഴുന്നേറ്റ് വന്ന് അവരോടായി ചോദിച്ചു, എന്തു പറ്റി സർ? എന്താ ഉണ്ടായത്? രുദ്രൻ ഉടനെ തന്നെ ഇടപെട്ടു. മാഡം, എനിക്കൊരു പരാതി തരാനുണ്ട് എൻ്റെ ചെറിയമ്മക്കെതിരെ. മീര നടന്ന കാര്യങ്ങൾ ഓരോന്നായി വിവരിച്ചു. തൻ്റെ ചെറിയമ്മായമ്മ പ്രഭയുമായി നടന്ന സംസാരവും തന്നെ കൊല്ലാനായി മട്ടുപ്പാവിലെ പടികളിൽ നിന്ന് തള്ളിയിട്ടതും അവൾ വിറയലോടെ പറഞ്ഞു. രുദ്രൻ്റെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു ആ സമയം. നേരത്തെ ഹിരണിയെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവളെയും കൂടി കൊല്ലാനാണ് ചെറിയമ്മ നോക്കുന്നത്. വിടില്ല ഞാൻ ആ സ്ത്രീയെ, അവൻ മനസ്സിൽ ആത്മകഥം ചെയ്തു. പരാതി എഴുതി വാങ്ങിയ ശേഷം ശങ്കർ പറഞ്ഞു, ബാക്കി ഞാൻ നോക്കിക്കോളാം. രുദ്രൻ, നീ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. പിന്നീട് ശങ്കർ തൻ്റെ ജീപ്പിൽ രുദ്രൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. മീര മടിയോടെ വീട്ടിലേക്ക് കയറിയതും ശ്യാം ഓടി വന്നു. അവൾക്കും അവളുടെ കയ്യിലെ ബാൻഡേജും എന്തു പറ്റിയെന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു. രുദ്രൻ മറുപടിയൊന്നും പറയാതെ മീരയും കൂട്ടി അകത്തേക്ക് നടന്നു. അവർ വരുന്നത് കണ്ട പ്രഭ പുച്ഛത്തോടെ മീരയെ നോക്കി. അവർ രുദ്രന് വഴക്കു പറയാൻ തുടങ്ങിയതും വാതിൽ നിന്ന് ഒരു മുട്ടൽ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ എസ് എ ശങ്കർ വാതിൽക്കൽ നിൽക്കുന്നു. പ്രഭ, നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. മര്യാദക്ക് കൂടെ വരികയാണെങ്കിൽ കൈവിലങ്ങിൻ്റെ ആവശ്യമില്ല, ശങ്കർ കർക്കശമായി അവരോട് പറഞ്ഞു. പ്രഭ തകർന്നുപോയി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ രുദ്രന് പറയുന്നത് കേട്ടാണോ നിങ്ങൾ വന്നത്? അമ്മായിയമ്മ പീഡനം, കൊലപാതക ശ്രമം, മരുമകളെ പൊള്ളിച്ചതും പടികളിൽ നിന്ന് തള്ളിയിട്ടതും പോരാഞ്ഞിട്ടാണോ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? വണ്ടിയിൽ കയറടി, ശങ്കർ ആജ്ഞാപിച്ചു. ജീപ്പിനടുത്തേക്ക് നീങ്ങിയതും പ്രഭയുടെ നിയന്ത്രണം വിട്ടു. തന്നെ പോലീസ് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുന്ന രുദ്രനെ അവർ കത്തുന്ന കണ്ണുകളോടെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഇതിനൊക്കെ നീ അനുഭവിക്കൂ രുദ്ര. നീയും ഇവളും കൂടി സുഖമായിട്ട് വായാമെന്ന് കരുതണ്ട ഈ ഇന്ദ്രനീലത്തിൽ. എൻ്റെ ആയുസ്സും ഇവൻ നീ ദൂർത്ത് നീറും. നിന്റെ ഈ സ്നേഹമൊന്നും അധികകാലം കാണില്ല. നിങ്ങളെ ഞാൻ ഒരുമിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല. രുദ്രൻ ഒന്നും മിണ്ടാതെ മീരയെ ചേർത്ത് പിടിച്ചു. ഇത് കണ്ട പ്രഭ കൂടുതൽ രോഷാകുലയായി. നീ ഇവളെ കൂടെ കൂട്ടാൻ നോക്കുകയാണല്ലേ? നിന്റെ ഈ മീര ചേച്ചിയെ ഞാൻ ആരുടെ കൂടെ അയച്ചത് നിനക്കറിയാമോ? ആ രാഹുലിൻ്റെ കൂടെ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ അവളെ തീർക്കാൻ. അവളെ കൊന്നതുപോലെ ഇവളെയും ഞാൻ ഇല്ലാതാക്കും. ഇതൊരു വെല്ലുവിളി ഏറ്റെടുത്തോ നീ? വാക്കുകൾ പൂർത്തിയാക്കും മുമ്പ് ശങ്കർ നിർദ്ദേശപ്രകാരം കോൺസ്റ്റബിൾ പ്രഭയുടെ കൈകളിൽ ഇരുമ്പ് വിലങ്ങുകൾ അണിയിച്ചു. തൻ്റെ ചേച്ചിയെ ഇല്ലാതാക്കാൻ നടത്തിയ പ്രഭയുടെ ഗൂഢാലോചന കേട്ട് മീര വീണ്ടും തകർന്നു പോയി. അവൾ രുദ്രൻ്റെ കൈകളെ മുറുകെ പിടിച്ചു. പോലീസ് ജീപ്പ് അലറിക്കൊണ്ട് പാഞ്ഞുപോയി. അടുത്ത കുറച്ച് ദിവസങ്ങൾ രുദ്രൻ ലോകം മറന്ന് മീരയെ പരിചരിച്ചു. അവൾക്ക് സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാൻ പ്രയാസമായി കൊണ്ട് അവൻ തന്നെ അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. മറ്റൊരു മുറിയിൽ മീര തളർന്നു കിടക്കുകയാണ്. പനിയും ജലദോഷവും അവളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വല്ലാതെ തളർത്തി കളഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ ഒരു ഗുളിക കഴിക്കാൻ വെള്ളമെടുത്തപ്പോൾ രുദ്രൻ അവിടേക്ക് വന്നത്. അവളുടെ ആ വിവശത കണ്ടതും രുദ്രൻ്റെ ചങ്കൊന്നു പിടഞ്ഞു. പുറമേയുള്ള തൻ്റെ ഇടവും കർക്കശവും ഒരു നിമിഷം കൊണ്ട് മഞ്ഞുപോലെ ഉരുക്കി തീർത്തു. അവൻ മെല്ലെ അവളുടെ അരികിലേക്ക് ഇരുന്നു ഗുളികയും വെള്ളവും വാങ്ങി അവൾക്ക് നൽകി. രുദ്രൻ്റെ ആ കരുതൽ കണ്ടപ്പോൾ മീരയുടെ ഉള്ളിൽ വിങ്ങി നിന്ന നോവ് പുറത്തേക്ക് ചാടി. അവളുടെ ഓർമ്മ വന്നത് ഹിരണി ചേച്ചിയെക്കുറിച്ചാണ്. പണ്ട് അസുഖം വരുമ്പോൾ ഇതുപോലെ നെറുകയിൽ തലോടി കൂട്ടിരിക്കാനുള്ള തൻ്റെ ചേച്ചിയെ. കൈ വല്ലാതെ വേദനിക്കുന്നുണ്ടോ മീര? അവൻ ആകുലതയോടെ ചോദിച്ചു. ശരീരമാകെ വേദനിക്കുന്നുണ്ട്, അവൾ പിറുപിറുത്തു. അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. രുദ്രൻ അവൾക്കായി തലയണ ശരിയാക്കി കൊടുത്തു. നീ ഒന്ന് കിടക്കാൻ നോക്ക്. ശാന്തമായ വാക്കുകൾ അലിഞ്ഞു ചേർന്ന് അവളുടെ അതിയായ സ്നേഹമായിരുന്നു. പെട്ടെന്ന് മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് എൻ്റെ ഹിരണി ചേച്ചിയെ വേണം. ചേച്ചിയൊക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൾ എന്നെപ്പോലെ പേടിയുള്ളവളല്ല. അവൾ വലിയ ധൈര്യശാലിയായിരുന്നു. മീരയുടെ പൊട്ടിക്കരച്ചിൽ മുൻ രുദ്രൻ്റെ നിയന്ത്രണം വിട്ടു. അതുവരെ ഉള്ളിലൊതുക്കിയ സങ്കടം ഒരു പ്രളയം പോലെ അവനെ മൂടി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. സോറി മീര, അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ തിരിച്ചു വരുമെന്ന് ഞാനും വിശ്വസിച്ചു. പക്ഷേ അവൻ്റെ സ്വരം ഇടറി. തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചവളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ നീറ്റിൽ ആ വാക്കുകൾ തങ്ങി നിന്നു. നീ ഉറങ്ങാൻ നോക്ക്. അവൾക്ക് പുതപ്പ് വലിച്ചിട്ട് അവൻ വേഗം മുറിക്ക് പുറത്തേക്ക് പോയി. സ്വന്തം
സങ്കടം അവൾ കാണാതിരിക്കാൻ അവൻ വെമ്പുകയായിരുന്നു. തൻ്റെ മുറിയിലെത്തിയ രുദ്രൻ വിറയ്ക്കുന്ന കൈകളുടെ അലമാര തുറന്നു. അവിടെ ഹിരണിയുടെ ഉടുപ്പുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഗന്ധമുള്ളൊരു സാരി എടുത്ത് നെഞ്ചോട് ചേർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ ശേഷിയുള്ള ആ കരുത്തൻ ഹിരണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വെറുമൊരു നിസ്സഹായനായി മാറി. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്നും മീരയുടെ നിലവിളി കേട്ടു. ശബ്ദം കേട്ട് ശ്യാമും അങ്ങോട്ടോടി വന്നു. വാതിൽ തുറന്ന് അകത്തു കയറി അവൻ കണ്ടത് തകർന്നിരിക്കുന്ന രുദ്രനെയാണ്. എന്താടാ രുദ്ര, എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ശ്യാം ആകുലതയോടെ അവനെ പിടിച്ചുലച്ചു. രുദ്രൻ മറുപടി ഒരു തേങ്ങലായത്. ഞാൻ 3 വർഷം പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേടാ അവള്. എന്നിട്ടും അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നെനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുവരെ അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ലേടാ.